ഒരിടവേളയ്ക്ക് ശേഷം പീരുമേട്ടിലെ ജനവാസ മേഖലകളിൽ കാട്ടാനകളുടെ സാന്നിധ്യം. ഒരിടവേളയ്ക്ക് ശേഷമാണ് പീരുമേട്ടിലെ ജനവാസ മേഖലകളിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടാകുന്നത്. കാട്ടാന ഇക്കുറി ഇറങ്ങിയിരിക്കുന്നത് പള്ളിക്കുന്ന് പ്രദേശം വുഡ്ലാൻഡ്സ് ഭാഗത്താണ്. ഇന്ന് പുലർച്ചെ അവിചാരിതമായി പള്ളിക്കുന്നിലെത്തിയ അതിഥിയെ കണ്ടുകൊണ്ടാണ് പള്ളിക്കുന്ന് നിവാസികൾ ഉറക്കമുണർന്നത്. അവർക്ക് സുപരിചിതമല്ലാത്ത കാട്ടാനയാണ് ആ പ്രദേശത്ത് അവർക്ക് കാണാൻ കഴിഞ്ഞത്. കുട്ടിക്കാനം കട്ടപ്പന സംസ്ഥാന പാതയ്ക്ക് തൊട്ടരികിൽ കാട്ടാന നിലയുറപ്പിച്ചത് കണ്ട കടയുടമ തീരെ ആശങ്കയിലായി. ഇതിലെ മെയിൻ റോഡ് കടന്ന് ആണ് ആന കയറി കരയ്ക്ക് വന്നിട്ട് ഞാനൊരു കട നടത്തുന്നുണ്ട്. വെജിറ്റബിളിലാണ് ഞാൻ താമസിക്കുന്നത്, കട നടത്തുന്നത്. അതുകൊണ്ട് വെളുപ്പിനെ 6 മണിക്ക് എഴുന്നേറ്റപ്പോൾ ആനക്കട ക്രോസ് ചെയ്ത് ആന ഇതേ തേലിക്കകത്ത് നിൽക്കുക. എന്നിട്ട് ആരും ഒരു അന്വേഷണം വരെ ഇതുവരെ വന്നിട്ടില്ല. വന്ന് രാവിലെ വന്ന് അവരെതിരെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എനിക്ക് ഒരു അപകടം. ഈ പ്രദേശത്തിറങ്ങിയ കാട്ടാന ഏറെ നേരം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചു. ഇത് ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തി. പള്ളിക്കുന്ന് വുഡ്ലാൻഡ്സ് നിവാസികൾക്ക് കാട്ടാനകൾ സുപരിചിതമല്ല. ഇവിടെ ഒരു ചായക്കട ഉണ്ട്. ഇവിടെ ചായ കുടിക്കാൻ ഒരു 6:30 വന്നപ്പോഴാണ് ഒരു ചേട്ടന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ ആരും ആനയെ കണ്ടിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് 6:30. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടുത്ത് സ്കൂളാണ്, കടകളുണ്ട്, ജനവാസ മേഖലയാണ്, പള്ളിയുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ കാടിലൂടെയാണ് നടന്നു പോകുന്നത്. ആനയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആശങ്കയായി. ഞങ്ങൾക്കും ഒരുപാട് പേടിയാണ്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എത്ര വന്യമൃഗങ്ങളെ ഞങ്ങൾ നേരിടണം എന്നുള്ളത് അറിഞ്ഞുകൂടാ. നിരവധി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് വുഡ്ലാൻഡ്സും പള്ളിക്കുന്നും. ഈ ഭാഗത്ത് അവിചാരിതമായി എത്തിയ അതിഥി ഈ പ്രദേശത്ത് ജനങ്ങളിലുണ്ടാക്കിയ ആശങ്ക ചെറുതല്ല. ഗവൺമെൻറ് LP സ്കൂളിന് വളരെ സമീപത്താണ് കാട്ടാന എത്തിയിട്ടുള്ളത്. അവധി ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂൾ തുറക്കാനിരിക്കുകയാണ്. ഈ വഴികളിലൂടെ തോട്ടം തൊഴിലാളികളടക്കം സഞ്ചരിക്കുന്ന പാതയാണ്. എനിക്ക് 10-35 വർഷമായിട്ട് ഈ പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. ഈ കാട്ടാന ശല്യം എന്നുള്ളത് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു സംഗതിയല്ല. ഇന്ന് രാവിലെയാണ് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കാട്ടാന ശല്യം ഉണ്ടെന്ന് അറിയുന്നതും. തൊട്ടടുത്ത് തന്നെ ജനവാസ മേഖലയായ തൊട്ടടുത്ത് തന്നെ ഈ കാട്ടാന വന്ന് നിൽക്കുകയാണ്. അതിപ്പം സംഭവിച്ചിട്ട് ഇപ്പം 1-2 മണിക്കൂർ കൂടുതലായി അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ പ്രധാന പ്രശ്നം എന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു 10-100 കുടുംബങ്ങൾ താമസിച്ചു വരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ രാത്രി കാലങ്ങളിലും അതുപോലെ വെളുപ്പിനെ പണിക്ക് പോകുന്നവരായാലും ഈ വനത്തിൻ്റെ അകത്ത് കൂടിയാണ് നടന്നു പോകുന്നത്. ഇതിൻ്റെ അകത്ത് ആന ഉണ്ടെന്ന് ഇനിയിപ്പം അറിവായി കഴിഞ്ഞാൽ ആൾക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ടുന്ന ഫോറസ്റ്റ് അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണം എന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.